നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് ഒഇടിയുടെ ഗ്രേഡിംഗ് സ്കെയിലിനെ പറ്റിയിട്ടാണ്. അത് എങ്ങനെയൊക്കെയാണ് ആ ഒരു എക്സാം വരുന്നതെന്നുള്ളത് വിഷ്ണു സർ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നൗ നെക്സ്റ്റ് കം, ഇനി വരുന്നത് നമുക്ക് അയൽസ് ആണ്. അയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല കൺട്രീസിലേക്കും നഴ്സസിന് ആവശ്യമാണ്. ഓരോ കൺട്രീസിന്റെയും ഈ ഒരു പ്രൊഫഷ്യൻസി ടെസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിഫറെന്റും ആണ്. ഇപ്പോ ഒഇടിയുടെ ഞാൻ കുറച്ച് കൺട്രീസിന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ അയൽസ് വെച്ചിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് കൺട്രീസും ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് അതെന്താണ് എന്നുള്ളത്, ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അയൽസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റി അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ടെസ്റ്റിംഗ് സിസ്റ്റം ആണ് ആക്ച്വലി അയൽസ്. നമുക്കറിയാം ഒഇടി, പിടി, അയൽസ് ഇതൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റംസ് തന്നെയാണ്. അതേപോലെ തന്നെയുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം ആണ് അയൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് അറിയേണ്ടത്, നമ്മുടെ ബേസിക്സ് എന്തൊക്കെയാണ്? ദ വെരി ഫസ്റ്റ് തിങ് ഇസ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 16 ആൻഡ് എബവ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഇടിക്കും അതേപോലെ തന്നെ അയൽസിനും ഓരോ കൺട്രീസിന്റെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ചില കൺട്രീസിൽ ചിലപ്പോൾ 40 ആയിരിക്കാം, ചില ഇതിൽ 35 ആയിരിക്കാം, അല്ലെങ്കിൽ 45 ആയിരിക്കാം. അങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഏത് കൺട്രി ആണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ടെസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ടെസ്റ്റ്സ് ആണ് വരുന്നത്. ഒന്ന് അക്കഡമിക്കും വരുന്നുണ്ട്, പിന്നെ ഒന്ന് ജനറലും വരുന്നുണ്ട്. ആക്ച്വലി നേഴ്സസിന് വേണ്ടത് അക്കഡമിക് ആണ്. കാരണം അവരുടെ ഒരു പ്രൊഫഷണൽ എന്താ പറയാ ഒരു കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കേണ്ടത് സാധാരണ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജനറൽ ആണ് വേണ്ടി വരിക. പക്ഷെ നേഴ്സസിന് അക്കഡമിക് ആണ് വേണ്ടത്. ആൻഡ് ഒരു മാസത്തിൽ തന്നെ 4 പ്രാവശ്യമാണ് അതിന്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ടെസ്റ്റ് സെന്റേഴ്സ് നമുക്ക് കേരളത്തിൽ വരുന്നത് തൃശൂർ, അങ്കമാലി, കൊച്ചി, കണ്ണൂർ, കൊല്ലം, കോട്ടയം ആൻഡ് ട്രിവാൻഡ്രം ഇത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേഴ്സസ് ആയതുകൊണ്ട് അയൽസ് അക്കാഡമിക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ടെസ്റ്റ് മോഡ് ഒഇടി പോലെ തന്നെയാണ്, ഇന്റർനെറ്റ് ബേസ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ പേപ്പർ ബേസ്ഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതിന്റെ എക്സാം ഫീ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഒഇടിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിന് കുറവാണ്. 17,000 ആണ് ഇതിന്റെ അപ്രോക്സിമേറ്റ് എമൗണ്ട് വരുന്നത്. ഓക്കെ, ഫീ സ്ട്രക്ചർ വരുന്നത്. ഇനി അയൽസ് വെച്ചിട്ട് ഏതൊക്കെ കൺട്രീസിലേക്ക് പോവാം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് കാനഡ, UK, അയർലൻഡ്, USA, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് നമുക്ക് അയൽസ് വെച്ചിട്ട് നേഴ്സസിനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം 140ഓളം നേഷൻസിലേക്കാണ് അയൽസ് വെച്ചിട്ട് പല റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക. പക്ഷേ നേഴ്സസ് ആണ് എന്നുണ്ടെങ്കിൽ നേഴ്സസിന് ഞാൻ ഈ പറഞ്ഞ ഇത്രയും രാജ്യത്തിലേക്കാണ് അയൽസ് വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് അയൽസ് അക്കാഡമിക്കും ഉണ്ട്, അയൽസ് ജനറലും ഉണ്ട്. അയൽസ് അക്കാഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പഠിക്കാൻ പോകുന്നവർക്കാണ് അയൽസ് അക്കാഡമിക് എടുക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ UG കോഴ്സസോ അല്ലെങ്കിൽ PG കോഴ്സസോ മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കാൻ പോകുന്നവരാണ് അയൽസ് അക്കാഡമിക് എടുക്കുക. ജോബ് റിലേറ്റഡ് ആയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അയൽസ് ജനറൽ ആണ് നോർമലി വേണ്ടി വരുന്നത്. പക്ഷെ നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയൽസ് അക്കാഡമിക് ആണ് എടുക്കേണ്ടത്. ഇനി എന്തൊക്കെ മോഡ്യൂൾസ് ആണ് ഇതിൽ വരുന്നത്? അഫ്കോഴ്സ് ഇതിലായാലും ഇതൊരു ലാംഗ്വേജ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ 4 മോഡ്യൂൾസ് തന്നെയാണ് വരിക. ഏതൊക്കെയാണ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇത് തന്നെയാണ് നമുക്ക് അയൽസിലും വരുന്നത്. ഇനി ലിസണിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു എക്സാം ഫോർമാറ്റ് ആണ് കേട്ടോ പറയുന്നത്. എക്സാമിൽ വരുന്നത് ലിസണിങ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 40 മിനിറ്റ്സും റീഡിങ് 60 മിനിറ്റ്സും റൈറ്റിംഗ് നമുക്ക് 60 മിനിറ്റ്സും സ്പീക്കിംഗ് 11 to 14 മിനിറ്റ്സും ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും സമയം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പേപ്പർ ബേസ്ഡ് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. 2 hours 45 minutes ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ഓവറോൾ ടൈം വരുന്നത്. നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം ആണ് ഒഇടിയിൽ യൂസ് ചെയ്തത് അല്ലെ. A മുതൽ E വരെയുള്ള ഗ്രേഡിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്തത്. അതിൽ B ആണ് നഴ്സസിന് വേണ്ടതെന്ന് പറഞ്ഞു.
ഇനി IELTS എടുത്ത് ഇപ്പൊ കാനഡയിലൊക്കെ പോവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അവർക്ക് എന്ത് എടുക്കണം, IELTS എടുക്കണം. അപ്പോ അവർക്ക് ഏത് സ്കോറാണ് വേണ്ടേ? ഏതായിരിക്കും? 1 to 9 ആണ് നമുക്ക് ബാൻഡ് വരുന്നത്. നമുക്ക് സ്കോറിംഗ് IELTSൽ വരുന്നത് 1 to 9 ആണ്. അപ്പോ 7 ആണ് ഒരു മിനിമം നമുക്ക് ഓവറോൾ ഒരു ബാൻഡ് നമുക്ക് IELTS ആണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് കേട്ടോ. നൗ ഇതിന്റെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ബ്രിട്ടീഷ് കൗൺസിൽ ആൻഡ് IDP, കേംബ്രിഡ്ജ് അസസ്മെന്റ് ഇംഗ്ലീഷ്, ഇതാണ് IELTSന്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് കൗൺസിൽ IELTS ഉണ്ട്, IDP IELTS ഉണ്ട്. രണ്ടും തമ്മിൽ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. അത് അവരുടെ പാർട്ട്നേഴ്സ് ആണ്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്കൊരു IELTSന്റെ ഓവർവ്യൂ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സെഷൻ ഒരു ഫൈനൽ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഒരു ഓഫർ റേറ്റും അതേപോലെ തന്നെ ഇൻസ്പയർ അക്കാഡമിയുടെ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് I would like to welcome our manager, our center head, Miss Ria. Anna, Ria ma'am, over to you. Thank you, Safna ma'am. Good evening, all of you. Good ഈ ഒരു evening. വെബിനാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ സഫ്ന മാമിന്റെ ഈ ക്ലാസ്സിലൂടെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇപ്പം നിങ്ങൾ ആകെ ടോട്ടലി ചിലപ്പം കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ജർമ്മൻ വേണോ, OET വേണോ, അല്ലെങ്കിൽ IELTS എടുക്കണോ, ഇനി ജർമ്മനിക്ക് പോണോ, കാനഡ നോക്കണോ, അങ്ങനെ പല കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ഒരു ലാംഗ്വേജ് പഠിപ്പിച്ച്, ഈവൻ നിങ്ങൾ ജർമ്മനി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയം വരെ നിങ്ങൾ ആ ഒരു ഡ്രീം ലാൻഡിൽ നിങ്ങൾ അവിടെ എത്തുന്നത് വരെ വിൻസ്പയർ അക്കാദമി നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങള് ആ ഒരു വലിയ ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പൊ നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഇൻസ്പയർ അക്കാദമിയെ പറ്റി കേട്ടിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് നേരത്തെ സ്വപ്നമ്മ പറഞ്ഞ പോലെ കൊച്ചി കലൂരിലാണ്. അതുപോലെ തന്നെ നമുക്ക് തൃശ്ശൂരും കോട്ടയത്തും നമുക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്. ടോട്ടൽ നമുക്ക് 3 ബ്രാഞ്ചസാണ് വരുന്നത്. ഏകദേശം 15 വർഷമായി. ഇത് 15ാമത്തെ വർഷമാണ് നമ്മൾ കൊച്ചിയിൽ ഇങ്ങനെ ഒരു ലാംഗ്വേജ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തുടങ്ങിയിട്ട്. അപ്പൊ അത് പറയുമ്പോൾ ഞങ്ങൾക്കും ഒത്തിരി അഭിമാനമുണ്ട്. Okay, thank you so much for your feedback.